നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്ക് ഇതാണല്ലോ അവസ്ഥ. നല്ല മഴ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എടാ നമ്മളിതേ ഇവനിവിടെ കിടത്തിയിട്ട് നമ്മളിതാ ഇതാ കാണുന്ന വണ്ടി കണ്ടോ, ആ വണ്ടിയിലാണ് കേട്ടോ പോണേ. നമ്മൾ കുഫ്രി പോയിട്ട് വരാം. ഓക്കെ ഭയ്യ, ഓക്കെ. നമ്മളിപ്പോൾ മര കൂടെയാണ് കേട്ടോ പോണേ. മര നമ്മൾ എങ്ങോട്ടാണോ കൊണ്ട് കൊണ്ടുപോകണേ. ഭയ്യ സിൽമന്ത ഓപ്പൺ. സോറി. ഓക്കെ ബ്രോ, ഓക്കെ. എടാ ഗുഡ് മോർണിംഗ്. നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പം റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ മഴയടാ. ഇപ്പം റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് കാര്യങ്ങളെല്ലാം റെഡിയായെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് താഴെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ഇറങ്ങാം. എടാ എനിക്ക് മഴയാണല്ലോ. എടാ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇത് ചപ്പാത്തിയാണ് കേട്ടോ, റൊട്ടി. ഇതിനകത്ത് എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബ്രെഡ് ഓംപ്ലേറ്റ് മിക്സ് ആക്കിയതാണ് കേട്ടോ. എടാ പിന്നെ ഇത് തൈരാണ് കേട്ടോ. ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. ഇന്നലെ രാത്രിയും ഇവരുടെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും റൈസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ലടാ. അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, അതും നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങും. ഇവിടെ പുറത്ത് മഴയുണ്ട്. ഇവിടെ അടുത്താണ് കേട്ടോ എയർപോർട്ട്, അതായത് ഷിംല എയർപോർട്ട്. ഷിംല എയർപോർട്ട് തന്നെ ഇവിടെ അടുത്താണ്. ഇവിടുന്ന് ഒരു നിസാര കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പയ്യെ ഇറങ്ങാം. ഇവിടെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്നത് ഷിംല ടൗൺ, ഇതിൻ്റെ ആ ഒരു ഭാഗത്തെ കൂടെയുണ്ട്. അതായത് ഷിംലയുടെ ആ ഒരു ഭാഗത്തെ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് പോകേണ്ടത് കുഫ്രി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് ഇനി ഒരു 19 കിലോമീറ്ററും കൂടെ ഉണ്ട്. 19 അല്ല 12 കിലോമീറ്ററും കൂടെ ഉണ്ട്. എടാ നമ്മളിതേ ഇവനിവിടെ കിടത്തിയിട്ട് നമ്മളിതാ കാണുന്ന വണ്ടി കണ്ടോ, ആ വണ്ടിയിലാണ് കേട്ടോ പോണേ. നമ്മൾ കുഫ്രി പോയിട്ട് വരാം. ഓക്കെ ഭയ്യ, ഓക്കെ. എടാ നമ്മളിവിടെ നിന്ന് പയ്യങ്ങ് മാറി വന്നിട്ടോ. ഇവിടെ ഒരു ആപ്പിൾ തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളിടത്തേക്കാണ് കേട്ടോ വന്നേക്കാൻ.
ഇവിടെ താഴെ ഒരു റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതുണ്ട്, ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകണ്ടേ. നല്ല രസമാണ് കേട്ടോ. ഇതുണ്ടോ എന്ത് രസമാണ് നോക്കടാ. ഫുള്ള് കോട കയറി കിടക്കും. അതുകൊണ്ടോ എടാ ആപ്പിള് കണ്ടോ, ആപ്പിള്. ആപ്പിളടാ. എടാ പിന്നെ അത് തന്നെയല്ല, ഇവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ അനുവാദം ഇല്ലാതെ ഈ സാധനം പറിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ 1000 രൂപ ഫൈൻ ഉണ്ടാവും എന്നും പറഞ്ഞ് ഇവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ കോട്ടേജ് കാര്യങ്ങളെല്ലാം കാണണ്ട കേട്ടോ. ഇത് ഇതിനകത്താണ് കേട്ടോ, ഇതിലാണ്ട പോകണ്ട. നമുക്ക് അഡ്വഞ്ചർ പോയിന്റ്സ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എന്തായാലും പോയി നോക്കാം, താഴത്തേക്ക് പോയി നോക്കാം. േടാ ആപ്പിളേടാ. ഈ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. एडवेंचर पॉइंट किधर है भैया? एडवेंचर दिस वे? ओके. हाय. क्या हाल है भाई? എടാ ഇവിടെ ചെറിയ ചാറ്റ മഴയുണ്ട് കേട്ടോ. എന്നാൽ വലിയ ഹെവി മഴയൊന്നുമല്ല, നല്ല ചെറിയൊരു ചാറ്റ മഴയുണ്ട് കേട്ടോ. നമ്മളെ അവന്മാർ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയിട്ടോ, കാരണം അവന്മാർക്ക് വേറെ എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ താഴെ ഒരു വില്ലേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്. പിന്നെ അതുകൂടാതെ ആപ്പിൾ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം താഴത്തേക്ക്. പക്ഷെ നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയില്ല, ചെറിയ ചാറ്റ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതാ ഇതുണ്ടോ നിറച്ചിങ്ങനെ കോട കയറി കിടക്കണുണ്ടോ. ഇവിടുന്നൊരു 1/2 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ താഴെ വില്ലേജിലേക്ക്. അവിടെ എന്താണ് എങ്ങനെയാണെന്നുള്ളതും നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ആ വില്ലേജ് വരെ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം.
എടാ മഴയുണ്ട് കേട്ടോ, ചെറിയ ചാറ്റമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ ഇവിടുന്ന് ഇങ്ങനെ അരുവിയാണ് കേട്ടോ. പിന്നെ അവിടെ എന്തോ കാണുന്നുണ്ട് കേട്ടോ, വീട് പോലെ എന്തോ കാണുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഞാനിപ്പോൾ നടന്നു തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായിട്ടോടാ അത്. പക്ഷെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നല്ല രസമാണ്, നല്ലൊരു സൈലന്റ് പ്ലേസ് ആണ്, നല്ല മൂടാ. ചെളിയുണ്ട് കേട്ടോ, നല്ല ചെളിയുണ്ട്. ഇവിടെ എന്തൊരു വീട് പോലെ കണ്ടു. ഇവിടെ എന്താന്നുള്ളത് നോക്കാം. ഇവിടെ നല്ല ഈ കുതിരയുടെ എന്തോ ഒരു മണമാണ് കേട്ടോ. അങ്ങ് താഴെ വഴികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ ഇങ്ങോട്ട് പോയതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. താഴത്തേക്ക് ഇറങ്ങാൻ വഴിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ വന്ന വഴി തന്നെ പോകണമെന്ന് എനിക്ക് തോന്നണേ. അല്ലാട്ടോ ദേ ഇതിലെ വഴിയുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ പോയി അങ്ങ് താഴത്തേക്ക് ഇറങ്ങി നോക്കാം. ഇതേ അവിടെ വണ്ടികളൊക്കെ ഉണ്ടോ, ഇതേ കണ്ടോ, അവിടെ വണ്ടികളൊക്കെ ഉണ്ട്. താഴെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പോയി നോക്കാം. എടാ ഇവിടെ ഒരു വില്ലേജ് ഉണ്ടെന്നാണ് അവന്മാർ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം എന്തായാലും. ഇവിടെ നിന്ന് ഇനി വഴിയില്ലടാ, തീർന്നു. എവിടെ വഴി തീർന്നടാ. എനിക്ക് തോന്നുന്നു ഇത് കുതിരയുടെ ഫാമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എന്താ ഇത് കണ്ടോ, ഇവിടെ അതിൻ്റെ ചാണാന്നാണോ പറയണേ, പശു ഇടുന്നതിന് ചാണകമെന്നാണ് പറയണത്. കുതിര ഇടുന്നതിന് എന്താ പറയണതെന്ന് എനിക്കറിയില്ല. എന്താണേലും ആ ഇടുന്ന സാധനം ദേ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് അവർ നോക്കണവർക്കൊക്കെ ഒന്ന് ബാത്റൂമിൽ പോകാനോ അതിനൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അത് ചെറിയൊരു ബാത്റൂം ഉണ്ടോ, അതിന് ഡോറ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ വഴിയാണ് കേട്ടോ പോകേണ്ടത്. നമുക്കിതിൽ അങ്ങനെ അങ്ങോട്ടാ പോകേണ്ടത്. എടാ അത് തന്നെയല്ല, കുതിരകൾ ഒരു മയമില്ലാണ്ടാണ് കേട്ടോ ഈ വഴി നീളം ഇങ്ങനെ ഇട്ട് പോയേക്കണത്. ഞാൻ വന്ന വഴിക്ക് ഇപ്പോൾ കുറേ എണ്ണത്തിന് കയറി ചവിട്ടി. എടാ നോക്കടാ, കോടമഞ്ഞ് കയറി കിടക്കണുണ്ടോ, എന്ത് രസമല്ലേ. നമുക്കിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകണം. ഇതേ അവിടെ അതിലൊരു വഴി കാണുന്നുണ്ട് കേട്ടോ, ഇത് കണ്ടോ. നമുക്കിങ്ങനെ ഇങ്ങോട്ട് താഴത്തേക്ക് പോയി നോക്കാം. എടാ ഈ താഴെ കാണുന്നുണ്ടോ, ഇവിടുന്ന് കാണാൻ പറ്റില്ല. അത് ഇത് കണ്ടോ, കാണിച്ചു തരാം കേട്ടോ. എടാ ഇത് കണ്ടോ, ഇതാണ് കേട്ടോ നമ്മൾ ക്രോസ് ചെയ്ത് വന്നപ്പോൾ. ഇതേ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ക്രോസ് ചെയ്തത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെയാണ് കേട്ടോ വന്നേ. നമുക്കിങ്ങനെ താഴത്തേക്ക് പോയി നോക്കാം. ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. എടാ പൂക്കള്, ഇതെന്ത് പൂവാടാ,
ഇതൊക്കെ ഇത് ആരെങ്കിലും കണ്ടുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ സാധനം. ഇത് നല്ല രസമല്ലേ, വെള്ള കളറ്, നല്ല രസമുണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് സാധനം. ഈ വെള്ള ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. हाय, नाम क्या है? नबीन. टाटा, बाय बाय. ओके, बाय बाय. See you. എടാ അവൻ്റെ പേര് നബീൻ എന്നാട്ടോ. അവൻ കയറി പോയിട്ട് അവൻ ഓടിപ്പോയി. അവൻ്റെ പേര് നബീൻ എന്നാണ് കേട്ടോ. ചെറിയ പയ്യനാട്ടോ, നല്ല കമ്പനിയാട്ടോ. ഏടാ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് പണിയൊക്കെ നടക്കുന്ന ഒരു വീടാണെന്നുണ്ടോ. വീടാണോ ഇതേപോലെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നമുക്ക് എന്തായാലും താഴത്തേക്ക് പോയി നോക്കാം. എടാ എടാ ഇത് നമ്മുടെ അവിടെ മുറ്റത്ത് ഇരിക്കുന്ന ടൈപ്പ് കല്ലല്ലേ? ഇത് വെള്ളാരം കല്ലല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എടാ പക്ഷെ ഇത് വെള്ളാരം കല്ലല്ല കേട്ടോ, ഇത് വേറെ എന്തോ ടൈപ്പ് സാധനമാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവർക്ക് മിറ്റൊന്നുമില്ലല്ലോ, പിന്നെ ഇത് ഇവരെന്തിനു ഉപയോഗിക്കണയാണെന്നുള്ളത് അറിയില്ല. ഇതേ അവൻ അവിടെ നിന്ന് കുനിഞ്ഞു നോക്കണ്ട കേട്ടോ. ഹായ് ബൈ. ഏടാ നമ്മളങ്ങനെ തന്ന് ഇത് താഴെ വന്നിട്ടോ. ഇതുണ്ടോ ഏടാ വണ്ടികളൊക്കെ പോകണ്ടോ. എടാ അങ്ങനെ നമ്മളിത് താഴെ വന്നിട്ടോ. നമ്മളിത് എവിടെ നിന്നാണ് കേട്ടോ വന്നേ, ടോപ്പില്ലേ അതിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ വന്നേ. നമ്മളിതിപ്പോൾ വന്ന വഴി ഇനിയിപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവന്മാരാരെങ്കിലും വിളിക്കേണ്ടി വരും. പക്ഷെ നല്ല രസമാണ് കേട്ടോ. എടാ ഇതൊക്കെ വീടുകളാടാ. ഇതുണ്ടോ എന്ത് രസമല്ലേ, എന്ത് രസമല്ലേ. ഇത് വീടുകളാണോന്ന് അറിയില്ല കേട്ടോ. എടാ ഇതും വീടുകളാണോ കേട്ടോ. അല്ല ഇത് വീടുകളല്ല, ഇത് ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ. പക്ഷെ ഇത് കണ്ടോ, അത് വീടാണ് കേട്ടോ. എന്ത് രസമല്ലേ. ഇതേടാ ആപ്പിള്. ഇവിടെയൊക്കെ വീട് വെക്കണം മോനെ, എന്ത് രസം നോക്കടാ. എടാ എനിക്ക് ഈ പറയത്തക്ക വിദ്യാഭ്യാസവും അല്ലെങ്കിൽ മലയാളം അല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഭാഷയും നല്ല രീതിയിൽ ഫ്ലുവൻ്റായിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള. ഇത് കണ്ടോ, ഇത് നോക്ക്. എടാ ഭാഷയുടെയോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയണ ഇതൊന്നുമല്ല, നമ്മുടെ മനസ്സാണ്. അതങ്ങ് വെച്ച് പൊക്കോളണം. എതിലെയാന്ന് വെച്ചാൽ പൊക്കോളണം. എൻ്റെ മോനെ അമ്മാതിരി വൈബാണ്ടത്, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല രസമല്ലേ. എന്ത് രസമല്ലേ. നമ്മുടെ താമരശ്ശേരി ചുരം ഒരു സ്പാനർ ഇങ്ങിടിക്ക് കിടക്കണ കണ്ടോ.
നൈസല്ലേ? ഇവന് പണ്ടെങ്ങാണ്ട് ഒതുക്കിയിട്ടേക്കണയാന്ന് തോന്നുന്നു കേട്ടോ. എടാ ഇതൊക്കെ ഹോം സ്റ്റേസ് ആണ് കേട്ടോ. ഇത് കണ്ടോ ഹോം സ്റ്റേ. ആപ്പിള് കണ്ടോ എന്തൂരാന്ന് നോക്കടാ ആപ്പിള്. എടാ ഒരു കുതിര വന്നാണ്ടാ. എടാ അവൻ ആരോടും അനുവാദമൊന്നും ചോദിക്കണില്ല കേട്ടോ. അവൻ അറിയാം അവൻ്റെ വീട് ഏതാന്നുള്ളു. അവൻ നൈസായിട്ട് വന്ന് അതിനകത്തേക്ക് കയറിപ്പോയി. എടാ ഇവർക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ വീട് കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എടാ നമ്മൾ വന്ന സ്പോട്ടിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലെ മേളിലേക്ക് കയറി പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതിലൊന്ന് പോയി നോക്കാം. അനക്കണ്ട കേട്ടോ. എടാ പക്ഷേ സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര സൈലൻ്റ് ഈ വീടിൻ്റെ സൗണ്ട് അല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. ഓ അത്രയ്ക്ക് രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഇതിപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ നിന്ന് വേറൊരു വഴിക്കുണ്ടാവും. എടാ നമ്മളിത് കഴിഞ്ഞ് വണ്ടി മാറി കയറണം കേട്ടോ. വണ്ടി മാറി ഇതിനകത്തേക്ക് കയറണം. ये फॉरेस्ट में लगेगी जब हॉर्स राइडिंग के लिए जाएंगे ना अभी वहाँ चेक करानी। नहीं नहीं मंदो खलास है ना अभी तक बैठा नहीं है ना खलास है ना.